ഓക്കെ, അപ്പോൾ നമ്മൾ കുറെ വിശേഷങ്ങളും കുറെ പാട്ടൊക്കെ കേട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. നമ്മുടെ മത്സരങ്ങൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനി വരാൻ പോകുന്നത് ഓൾറെഡി ഇവർ വന്നതാണ്. സിഗ്നേച്ചർ റൗണ്ടിൽ വന്ന് നമ്മളെല്ലാവരും ഞെട്ടിപ്പിച്ച രണ്ടുപേരാണ്. ഇനി അവർ വരാൻ പോകുന്നത് സ്കിറ്റ് റൗണ്ടുമായിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സ്മിഷ ആൻഡ് മഹാലക്ഷ്മി. അമ്മയും മകളും. അപ്പോൾ വീണ്ടും നമ്മുടെ സൂപ്പർ അമ്മയും മകളിലേക്ക് സ്വാഗതം. അപ്പൊ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. കുറെ കൂടി ഒരു എനർജി കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി നടന്നു വരുന്ന കണ്ടു. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ ആദ്യത്തെ സിഗ്നേച്ചർ റൗണ്ടില് നമ്മളെല്ലാവരും ഇവിടെ പെർഫോമൻസ് കണ്ട് വാവ് എന്ന് പറഞ്ഞതാണ്. ഇനി സ്കിറ്റ് റൗണ്ടിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ വെറൈറ്റി പെർഫോമൻസുകൾ? എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അമ്മയും മകളും. അത് അഭിനയിച്ച് കാണിച്ച് ഫലിപ്പിക്കാനാണ് ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നന്നായി നിങ്ങൾ രണ്ടാളും അഭിനയിച്ച് നിങ്ങൾ കാണിക്കും, ഉറപ്പാണ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു പെർഫോമൻസ് ആണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക്. ഇല്ലമ്മ, അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ ഒന്ന് പറ, ഞങ്ങളിങ്ങനെ ഇനി ഒറ്റപ്പെടുത്തല്ലേ? എനിക്ക് ആരുമില്ല. എനിക്കറിഞ്ഞൂടാ, ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആരെയും വിളിച്ച് പറയാൻ വയ്യ. എനിക്ക് ഭ്രാന്തെടുക്കുന്നമ്മ. ഞാനിനി മോളോട് എന്ത് പറയും? അമ്മ ഞാൻ വിളിക്കാം. എന്തടാ അച്ഛനോ? അച്ഛൻ പെട്ടെന്ന് വരും. മോളൊരു കാര്യം ചെയ്, അച്ഛൻ വരുമ്പോ അമ്മ വിളിക്കാം. മോള് പോയി കിടന്നു പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. അമ്മ അച്ഛൻ വരുമ്പോ വിളിക്കാം. എന്തെങ്കിലും പറഞ്ഞാലൊന്ന് കേക്ക്. അച്ഛൻ വരുമ്പോ ഞാൻ വിളിക്കാം. ചെല്ലു മോള്. ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാം. അമ്മ ആകെ ടെൻഷനില്ല. അല്ല മോള് പോയി ചെന്ന് കിടന്നു പറഞ്ഞു. നിന്നോടൊന്ന് നിർത്താൻ പറഞ്ഞു. നിനക്ക് മനസ്സിലാവൂലേ? എത്ര നേരം ഞാൻ പറയുന്നത്? എനിക്ക് ദേഷ്യം വരുന്നേ. കരയിലടാ, ഞാൻ പറയുന്നില്ല അമ്മ ആകെ ടെൻഷനിലാണെന്ന്. കാര്യല്ലേ? അമ്മ എന്റെ മോളടുത്ത് അമ്മ ഒരു കാര്യം പറഞ്ഞിട്ട്, അച്ഛനിപ്പം വരുമ്പോഴേ അച്ഛൻ്റെ കൂടെ കുറേ അച്ഛൻ്റെ പട്ടാളത്തിലെ കൂട്ടുകാരുണ്ടാവും. അത് അച്ഛൻ പട്ടാളത്തിലെ നല്ല ഓഫീസറല്ലേ, ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്തതല്ലേ. അപ്പോൾ അച്ഛനെ സല്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരിക അവരൊക്കെ. അപ്പൊ മോള് സല്യൂട്ട് ചെയ്യൂ അച്ഛനെ? പിന്നെ അച്ഛൻ നല്ല ജോലി ക്ഷീണത്തില്ലേ, ഉറങ്ങായിരിക്കും. ഉറങ്ങുമ്പോ അച്ഛൻ മോളെ വിളിച്ചുണർത്തല്ലേ അച്ഛനാ? അമ്മ പറയണേക്ക് അച്ഛൻ നല്ല ഉറക്കായിരിക്കും. അപ്പൊ വിളിച്ചുണർത്തണ്ട. അപ്പൊ നീ വിളിച്ചുണർത്തുവാ? നീ എങ്ങനെ വിളിച്ചുണർത്തുവാ? അച്ഛന്റെ പൊന്നാര മോളെന്ന് പറയുമ്പോ അച്ഛൻ ഞെട്ടി ഉണരും. അങ്ങനെ നീ അച്ഛന്റെ പൊന്നാര മോളാന്ന് പറയുമ്പോ അച്ഛൻ ഞെട്ടി ഉണരുവാ? അല്ലെങ്കിലേ നീയൊക്കെ വിളിച്ചാലേ അച്ഛൻ എണീക്കും. പക്ഷെ ഞാൻ വിളിച്ചു ചേട്ടൻ എണീക്കുമായിരിക്കും അല്ലേ? ഇപ്പോ ചേട്ടൻ വരുമ്പോ ഞാൻ കേക്ക് കൊടുത്ത ചേട്ടന് ഇഷ്ടപ്പെടുവോ? നാശം! നീ എന്തിനായി കരയുന്നത്? അല്ലെങ്കിലേ നീ ജനിച്ചപ്പോ മുതലാണ് എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും എല്ലാരും പോയി. പാകേണ്ട ചേട്ടനും പോയി. ഇനി ഞാൻ എന്താ ചെയ്യാ? നിന്നോട് കരയില്ലടി.
കരയല്ല. അമ്മ എന്നെ ദേഷ്യപ്പെടുകയും പേടിയാവുന്നു. പേടിയാവുന്നാ? പേടിയാവുന്നുണ്ടടാ? നമുക്ക് പേടിയാവുന്നാ? നമുക്ക് പേടിയാവുന്നാ? ഇരുന്നോ. ഞങ്ങൾക്കിനി ആരാള? അമ്മ അച്ഛനുമല്ല, ചേട്ടനും പോയി. ഞാനിതെന്ത് ചെയ്യും? അച്ഛാ, അച്ഛാ, മാതൃരാജ്യത്തിനു വേണ്ടി അതിർത്തിയിൽ ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോയ അവരുടെ കുടുംബങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാവട്ടെ ഇനി നമ്മുടെ കരുതലും പ്രാർത്ഥനയും. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. മഹാലക്ഷ്മി എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. ആ കുട്ടി ഇവിടെ നിൽക്കുന്ന കുറുമ്പത്തി മഹാലക്ഷ്മി അല്ല നമ്മൾ ഇവിടെ കാണുമ്പോൾ. അതായത് അച്ഛാന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും ഉള്ളിൽ തട്ടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. കരയുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്മിഷ ചേച്ചിയുടെയും മഹാലക്ഷ്മിയുടെയും ഈ ഒരു അഭിനയം. ബാക്കിയുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ ആക്ടിങ് സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്വേതാജി നന്നായി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക്. ഞാനൊരു 4G കുട്ടിയാണ്, അപ്പോൾ എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാം. ഓരോ ഇത് ആ ഫോൺ കോൾ തൊട്ട് എൻഡ് വരെ. മോളാണെങ്കിൽ ഇത്ര ചെറിയ പൊടി കുട്ടി, ആ കുട്ടിക്ക് ഇതെല്ലാം മനസ്സിലാവണം. ഇതെങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ നോക്കണം, എന്താണ് എങ്ങനെയാണ് അത് അവള് മനസ്സിലാക്കി കൊടുത്തത്? ആക്ച്വലി നമുക്കിത് പഠിപ്പിച്ചത് കാലടി യൂണിവേഴ്സിറ്റിയിലെ വിനോദ് സാറാണ്. വിനോദേട്ടൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവൾ പെട്ടെന്ന് ചെയ്തു. അവൾക്ക് ആകെ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അച്ഛൻ്റെ ഫോട്ടോ വേണ്ട, വേറെ ആരെങ്കിലും, അച്ഛൻ അങ്ങനെ വേണ്ട, വേറെ ആരെങ്കിലും മരിപ്പിച്ചുകൂടെ, അച്ഛനെ എന്തിനാ? അത് അവള് ബിക്കോസ് അവൾ അച്ഛനായിട്ട് അത്ര അച്ഛൻകുട്ടിയാണ്. 3 പേരും അച്ഛൻകുട്ടിമാരാണ്. കരയും ചെയ്തു ആക്ച്വലി. അതാണ് റിയൽ ആയിട്ട് കരഞ്ഞു. നിങ്ങൾ 2 പേര് മാത്രമേ ഇവിടെ അഭിനയിക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ആ ഫുൾ ഫോർജ് വരുന്നത് അതെല്ലാം നമുക്ക് കാണാമായി, നമുക്ക് ഫീൽ ചെയ്തു. അത്ര നന്നായിട്ട് ആ കുട്ടി ചെയ്തു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ശരിക്കും നമ്മുടെ കണ്ണ് നനയിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിനയം തന്നെയാണ്. ആ അഭിനയത്തിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കുട്ടി എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ വിഷമമൊക്കെ മാറിയോ? വിഷമമൊക്കെ മാറി. പക്ഷെ നല്ല ഗുഡ് ഗേൾ ആയിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഭയങ്കര വലിയ കുട്ടികള് അല്ലെങ്കിൽ വലിയ ആൾക്കാർ പെർഫോം ചെയ്യുന്ന പോലെ. ഈ അഭിനയിക്കുമ്പോ വിഷമം ഉണ്ടാവാൻ പാടില്ല, അത് നമ്മളൊരു ക്യാരക്ടർ ചെയ്യാണ് കേട്ടോ. ഇപ്പൊ ആരുടെ ഫോട്ടോ വെച്ചിട്ടാണ് കരഞ്ഞത്? അച്ഛൻ മരിച്ച ഫോട്ടോയില് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് കരയൂലേ, അതുപോലെ വേറെ ആരോ ചെയ്തു തന്ന് ഞാൻ അത് റിയലായിട്ട് കരഞ്ഞ്. സോ ക്യൂട്ട്, സോ ക്യൂട്ട്, സൂപ്പർ.